അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് ബി റജു പറയുന്നത്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തിരുന്നു. പക്ഷേ ആ രാഷ്ട്രീയ നിലപാടിന് പിന്നാലെ ഓരോ നേതാക്കൾക്കും ഓരോ ദിവസവും പെരുന്നയിലേക്ക് പോകേണ്ടി വരികയാണ്. എല്ലാം വ്യക്തി സന്ദർശനം അല്ല. ഈ നിലയിൽ എല്ലാ ദിവസവും രാവിലെ നേതാക്കൾ വണ്ടിയും വിളിച്ച് പെരുന്നയിലേക്ക് പോകാൻ പെരുന്നയിൽ വല്ല വിനോദസഞ്ചാര കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ടോ? ശ്രീ ലാൽകുമാർ, മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. വ്യക്തി സന്ദർശനം നടത്താനേ അല്ല, റജി പറഞ്ഞ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസ്. റജിയെ ഞാനൊരു കാര്യം ഓർപ്പിക്കാം. ഈ കേരളത്തിൽ ഈ ശബരിമല എന്ന് പറയുന്നത് രാഷ്ട്രീയ വിഷയമായി മാറിയത് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ വിധിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ രമേശ് ചെന്നിത്തല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല. കാര്യം അദ്ദേഹത്തിനെ കോൺഗ്രസ്സുകാർ തന്നെ ചവിട്ടി പുറത്താക്കിയായിരുന്നു. അങ്ങനെയാണ് വി ഡി സതീശൻ വരുന്നത്. എന്തുകൊണ്ട് എന്നെ പുറത്താക്കിയെന്ന് എനിക്ക് മനസ്സിലായി പോലും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടു. എന്നോട് മോശമായിപ്പോയി എന്നെ അങ്ങനെ ഇറക്കി വിട്ടത്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറിയേനെ എന്ന് പറഞ്ഞതും മുൻ പ്രതിപക്ഷ നേതാവാണ്. അത് പോട്ടെ, കാര്യം അവർ ചവിട്ടി പുറത്താക്കുവോ അടിച്ചോ വെളിയിലിറക്കുമോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ആ വിഷയം, ശബരിമല വിഷയം, സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി വന്നപ്പം നിങ്ങളുടെ രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? വിധി നടപ്പാക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ നട്ടലിൻ്റെ സ്ഥാനത്ത് ഈ പ്ലാസ്റ്റിക് പോലും വെച്ചിട്ട് വളഞ്ഞ പ്ലാസ്റ്റിക് ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അഭിപ്രായം മാറ്റിയില്ലേ? മാറ്റിയത് ഞാനല്ലേ, പ്രതിപക്ഷ നേതാവാ, നിങ്ങളുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവ്. കാര്യം 12 ചില ആൾക്കാർ കൂടി ഒരു ജാഥ നടത്തി, അല്ലെങ്കിൽ നാമജപ ഘോഷയാത്ര നടത്തി. ആ നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ നിങ്ങൾ പ്ലേറ്റ് മാറ്റി. ഭയങ്കരമായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻ്റ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല നിലപാട്, ഒരക്ഷരം കോൺഗ്രസിൻ്റെ മാറത്തില്ല. ഇതൊക്കെ ആരോടായി പറയുന്നത്? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരല്ലേ ഇത്? ഞാൻ റജിയെ ഇതായിട്ട് പറയുന്നതല്ല കേട്ടോ. റജി ഒരു രാഷ്ട്രീയ കാര്യം പറഞ്ഞതാണ്, കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞാണ്. എനിക്ക് റജിയെ എഴുത്തി കാണിച്ച് സംസാരിക്കണം എന്നൊരാഗ്രഹമില്ല, എനിക്ക് അങ്ങനെ ഞാൻ ചെയ്യുന്ന ആളുമല്ല. പക്ഷെ സംഭവം നിങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന നയം, ശക്തമായ നയം, ഒരു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ? പ്രതിപക്ഷ നേതാവ് ഈ ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരേണ്ട വിഷയങ്ങൾ അദ്ദേഹം മറുപടി പറയത്തില്ല. KPCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ പറയും. CPM-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ അദ്ദേഹം മറുപടി പറയത്തുള്ളൂ. ഇപ്പം ഇന്ന് തന്നെ അസിത ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഏതാ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? ആരോടാ ചോദിക്കേണ്ടത്? രാഹുൽ ഗാന്ധിയോടോ അല്ല സോണിയാഗാന്ധിയോടോ? നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാന്നുള്ള ചോദ്യത്തിന് പ്രസക്തി എന്നോട് തന്നെ ചോദിക്കുന്നില്ല. നിങ്ങൾ എന്നോട് ചോദിക്കണ്ടെന്നല്ലേ എന്റെ അർത്ഥം? അതെ, ഇദ്ദേഹത്തോട് ചോദിച്ചാൽ അല്ല അത് റജിയിലേക്ക് ഞാൻ പറയാം പ്ലീസ്, ഞാൻ പറയാം. റജി KPCC പ്രസിഡന്റിനോട് ചോദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വായി കിടക്കുന്ന നാക്കെവിടെ പോയെന്നാണ് എൻ്റെ ചോദ്യം. CPM-ന്റെ കാര്യം വരുമ്പോൾ ചാടിക്കറി അത് അങ്ങനെ ഇങ്ങനെയാന്ന് പറയുകയും, കോൺഗ്രസിനകത്തെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് എടുക്കുന്ന തീരുമാനത്തിനകത്ത് ഒരുമിച്ച് ചില കാര്യങ്ങൾ പറയുകയും, എന്നിട്ട് അതിനകത്ത് ആ കാര്യം വരുമ്പോൾ പുള്ളിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയം വരുമ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞോളാമെന്ന് അതല്ലേ പറയുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞാനെടുത്ത ശക്തമായ നിലപാട്, അതിൽ മാറ്റമില്ല, വലിയ വർത്താനം പറഞ്ഞു. എന്നിട്ട് പുള്ളിയുടെ മൂക്കിന് താഴെ കൂടെ ഒരാൾ അവിടെ വന്നിരുന്നു, നിയമസഭ വന്നിരുന്നു. ആ നിയമസഭ വന്നിരുന്നു, ഇപ്പുറത്തു നിന്ന് ഒന്ന് പോയി തരാവോ, കഷ്ടമുണ്ട്, നാണക്കേടാണെന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി. ഇതൊക്കെ ഇവിടെ നമ്മൾ കണ്ടതല്ലേ അല്ലേ? ഇത് അദ്ദേഹത്തിന് മറുപടി പറയുന്നതിന് എന്താ പ്രശ്നം എന്നാണ് എൻ്റെ ചോദ്യം. പ്രതിപക്ഷ നേതാവിന് മറുപടി പറയുന്നതിന് എന്താ പ്രശ്നം? നിങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിയ സാധനത്തിനകത്ത് ബുദ്ധിമുട്ടുള്ള ചോദ്യം ഇപ്പം പാവം സണ്ണി ജോസഫിന് മണ്ടയ്ക്ക് വെക്കും. അദ്ദേഹമാണ് ഒരു മയത്തിന് എങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വഴി എങ്ങനെയും അങ്ങ് രക്ഷപ്പെടും. കാര്യം ഇദ്ദേഹം വെച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ഇദ്ദേഹത്തിന് അഗ്രസീവായിട്ട് മാത്രമേ കാര്യം പ്രസന്റ് ചെയ്യാൻ പറ്റൂ. ഈ വിഷയം അഗ്രസീവായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്നറിയോ? ഈ ലോകത്തുള്ള വൃത്തികേടുകൾ മൊത്തം നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്, അതിന് ഒരു മറുപടിയില്ല. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റജി. നിങ്ങൾ പ്രതിപക്ഷ നേതാവിന് നോക്കൂ, പ്രതിപക്ഷ നേതാവ് ഈ സംസ്ഥാനത്ത് VD സതീശൻ വന്ന സമയത്ത് അക്നോളജ് ചെയ്ത ഒരാളാണ് ഞാൻ. ഈ പറയുന്ന ആൾക്കാർ അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് പറയുന്നത്, പ്രതിപക്ഷ നേതാവ് നന്നായിട്ട് പ്രവർത്തിക്കണം. പക്ഷെ അദ്ദേഹം പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാർ കേൾക്കാത്ത അവസ്ഥയായി. അത് റജിക്കും അറിയാം, എനിക്കും അറിയാം. റജിക്ക് അത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുത്തു. പച്ച ചീത്തയാണ് റജി കോൺഗ്രസിന്റെ സഹയാത്രികർ വിളിക്കുന്നത്. CPM-ന്റെ ആൾക്കാരല്ല വിളിക്കുന്ന, പച്ച ചീത്തയാണ് VD സതീശനെ വിളിക്കുന്നത്. നിങ്ങളുടെ വക്താക്കളിൽ ഒരാൾ, സംസ്ഥാനത്തിലെ വക്താക്കളിൽ ഒരാൾ എഴുതി, പേര് ഞാൻ പറയുന്നില്ല, ആനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് നല്ലതായിരിക്കുമെന്ന്.
ആനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് നല്ലതായിരിക്കുമെന്ന്. അവസാനം ജിൻഡോയും ഈ പറയുന്ന കുറേ പേരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പും ഇപ്പുറത്ത് വേറെ കുറേ ഗ്രൂപ്പും. ഈ പറയുന്ന വിഷയത്തിനകത്ത് സതീഷിനെ അനുകൂലിച്ച് 4-5 സ്ത്രീകൾ വന്ന് സംസാരിച്ചു. അവരൊക്കെ വേറെ വഴിക്ക് പോയി. അവർക്കൊന്നും വെളിയിലിറങ്ങാൻ പറ്റില്ല. നിങ്ങൾ കൊണ്ടുവന്ന സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി കൊണ്ട് ഉണ്ടായ ഗുണം പ്രതിപക്ഷ നേതാവ്, ഞാൻ നോക്കൂ, പ്രതിപക്ഷ നേതാവിനെ എനിക്ക് വിമർശിക്കാം, പ്രതിപക്ഷ നേതാവിനെ ഞാൻ ചീത്ത വിളിക്കാൻ പാടില്ല, തെറ്റാ. കാര്യം അദ്ദേഹം വലിയൊരു പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. ആ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ അദ്ദേഹത്തിനെ വിമർശിക്കുന്നതും ഈ പറയുന്ന ചീത്ത വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? പക്ഷെ വിളിക്കുന്ന ചീത്ത കോൺഗ്രസ്സുകാരാന്നേ. അന്ന് മാധ്യമപ്രവർത്തകനായ പൊടിപ്പാറ സാറ് എൻ്റെ കൂട്ടത്തിൽ ഇരുന്നൊരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞു, വി ഡി സതീശന് എതിരെയാണ് ഈ കളി നടക്കുന്നത്, വി ഡി സതീശനെ ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു രീതിയിലെത്താൻ സംശയം. ആ ലൈനിലാണ് സംസാരിച്ചത്, എക്സാക്ട് സെന്റൻസ് അല്ല, പക്ഷെ പറഞ്ഞു വന്നതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് അതായിരുന്നു. കോൺഗ്രസുമായിട്ട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പലരും പറയുന്നു ഇത് ശരിയല്ല എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ പറയിച്ചാണോ? ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇതാ കോൺഗ്രസിന് കുറേ നാളുകളായി കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, അധികം സമയം എടുക്കത്തില്ല. കുറേ നാളുകളായി ലീഗുകാർ കഴിച്ച ബിരിയാണി ചെമ്പ് കഴുകുക എന്നുള്ളത്, അതിനകത്ത് കഴുകി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഈ കോൺഗ്രസ്സുകാരുടെ ജോലി. ഇത് ഞാൻ കുറേ കോൺഗ്രസ് നേതാക്കന്മാരുടെ കാര്യമായിട്ടോ പറഞ്ഞത്. പ്രവർത്തകരോട് എനിക്ക് ബഹുമാനമാണ് എപ്പോഴും. കോൺഗ്രസ്സുകാരിൽ ഇവരുടെ തല ഇരിക്കുന്നത് ലീഗിൻ്റെ കക്ഷത്തിലായിരുന്നു. ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നുണ്ടെന്നത്. ഇതിപ്പോൾ ഇച്ചിരി മാറി. ഇപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ലീഗുകാർക്ക് ഇതിനകത്ത് വരാൻ പോലും പറ്റാത്ത അവസ്ഥ. ലീഗുകാർ വേറെ വഴിക്കുള്ളൂ, ലീഗുകാർക്ക് വേറെ പ്രശ്നമുണ്ട്, ലീഗുകാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കുകയാണ്. ഇപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ തല എവിടെ ഇരിക്കുന്ന കാര്യത്തിൽ മാത്രം ആരുടെ കക്ഷത്തിലായിരിക്കുന്നത് മാത്രമേ സംശയമുള്ളൂ എനിക്ക്. കാര്യം ആ അവസ്ഥയിലാണ്. ഞാനത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, നിങ്ങൾ തമ്മിൽ അത്ര അടിയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നോക്കൂ, ഇന്ന് അസിത്ത് സൂചിപ്പിച്ച ഒരു കാര്യം എന്താ, ഒരു മീറ്റിംഗ് ഇടയ്ക്ക് വെച്ച് നിർത്തി. ഏതാ, ഞങ്ങൾ ചർച്ച ചെയ്ത് സംസാരിച്ച് നമുക്കെല്ലാം നേരത്തെ മനസ്സിലായതുകൊണ്ട് നിർത്തിയതല്ല. അത് മീറ്റിംഗ് തുടരാൻ പറ്റാത്തത് കൊണ്ട് നിർത്തിപ്പോയതാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു മീറ്റിംഗ് തുടങ്ങി, ഒരു മീറ്റിംഗ് കംപ്ലീഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിർത്തിയാൽ അതിൻ്റെ അർത്ഥം ഒന്നിൽ ഈ പറഞ്ഞ എല്ലാവർക്കും എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ അത് തുടരാൻ പറ്റാത്ത രീതിയിലായി എന്നാ. അത് തുടരാൻ പറ്റാതായതിൻ്റെ കാരണം എന്താ? അപ്പം CPM-നകത്ത് അന്ന് അത് സംഭവിച്ചില്ലേ? അത് പറഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങളുടെ കാര്യം പറയണം. കാര്യം CPM-വുമായിട്ട് ബന്ധപ്പെട്ട CPM-നകത്ത് തർക്കം ഉണ്ടായിരുന്നു എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്തതല്ലേ? ചർച്ച ചെയ്യാതിരുന്നില്ല. CPM നിങ്ങൾ ആരും വെറുതെ വിട്ട ആൾക്കാരൊന്നും അല്ലല്ലോ. പിന്നെ കുറച്ച് നാളുകളായി കേരളത്തിൽ നടക്കുന്നൊരു കാര്യം, പ്രതിപക്ഷ നേതാവിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന പല മാധ്യമ പ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ വാർത്ത കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. പല ആൾക്കാർക്കും ഈ പുറത്ത് വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓരോ ചാനലിലിരിക്കുന്ന അവതാരകരും പറയുന്ന ഒരേ സാധനമായിരിക്കും. അത് എവിടുന്നാണ് വരുന്നതെന്ന് നമുക്കറിയാം. ഞാൻ ആ പേര് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം എവിടുന്നാണ് അത് പോകുന്നതെന്ന്. കുറേ നാളുകളായിട്ടുള്ളൊരു കാര്യമാണ്. അതും അവിടെ നിൽക്കട്ടെ, ഞാൻ നിർത്തി. ഓക്കെ.